नंबर प्लेटफॉर्म पर उन्नति यात्रीगण कृपया ध्यान दें। गाड़ी संख्या 12791 सिकंदराबाद से दानापुर जाने वाली सुपरफास्ट एक्सप्रेस। നിന്നോടല്ലടാ ടേബിൾ നോക്കാൻ പറഞ്ഞത്. പെട്ടെന്ന് കൊടുക്ക്. ഓരോരുത്തന്മാർ വന്ന് കയറിക്കോളും. യോ സോറി. ഓക്കെ. ആ എത്ര? 80 രൂപ. ശേ, എവിടെ വെച്ചു? കാണുന്നില്ലല്ലോ. ഈശ്വര, കാണുന്നില്ലല്ലോ. കൊടുക്കത്തൊരു മറവി. എന്തേ, പൈസ പോയോ? എൻ്റെ പേഴ്സ് കാണുന്നില്ല. പേഴ്സോ കൊടച്ചക്കറോ? മര്യാദക്ക് പൈസ എടുക്കണോ? ഈശ്വര, ഡാ അവിടെ എന്ത് കൊണച്ചോണ്ട് നിൽക്കുക? ആ ടേബിൾ നോക്കടാ. വയറിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് കൊണവണ പറയുന്നു. ഇവിടെ അടുത്ത് എൻ്റെ ഒരു പരിചയക്കാരുണ്ട്. അവരടുത്തുനിന്ന് പൈസ വാങ്ങി വരാം. അതൊന്നും നടക്കൂല. താൻ പോയാൽ തിരിച്ചു വരുന്നെന്താ ഉറപ്പ്? അയ്യോ, താനൊരു കാര്യം ചെയ്യും, തൻ്റെ മൊബൈലിങ് എടുക്ക്. മൊബൈൽ ഞാൻ ഉപയോഗിക്കാറില്ല. ബെസ്റ്റ്, ഇന്നത്തെ കാലത്തോ. അല്ലെങ്കിൽ താനൊരു കാര്യം ചെയ്യും, തൻ്റെ ജുബായും ആ ബാഗും ഇവിടെ വെച്ചിട്ട് പോയിക്കോ. ഞാൻ കൊടുത്തോളാം. പൈസ എത്രയായി? രണ്ടാളും കൂടി. നിങ്ങളെപ്പോലുള്ള ആളുകളാണ് ഇവന്മാരെ ഭാഷ. താനോ നോക്കണ്ടോ? കാശ് എത്രയായി? രണ്ടാളതും 160 രൂപ. എന്നാ ശരി കേട്ടോ, പോട്ടെ. എന്തേ ഓണില്ലേ? ഏയ്, ഹലോ ഹലോ, ഒന്ന് നിൽക്കൂ. അത് കുഴപ്പമില്ല ചേട്ടാ. നിങ്ങളെ പേരെന്താ? നിങ്ങളെന്തിനാ എൻ്റെ പൈസ കൊടുത്തേ? ആ ഹോട്ടലിൽ അത്രയും പേരുണ്ടായിട്ടും. അത് സാരില്ല, അതൊന്നും പ്രശ്നമാക്കണ്ട. നിങ്ങളുടെ ഫോൺ നമ്പറോ അഡ്രസ്സോ കിട്ടിയാൽ ഞാനത് അയച്ചു തരാം. നിങ്ങൾ വാ. നിങ്ങൾ വരി. ഇതെവിടേക്കാ?
സത്യത്തിൽ നിങ്ങളെ പേഴ്സ് ഉണ്ടോ? ആ മോളെ, ആ ഉപ്പ അവിടെ ഉണ്ട്, ഇപ്പം വരും. ആ വാങ്ങിക്കണ്, ഇപ്പം വരും മോളെ. എന്നാ ശരി. അല്ല, ഇതിലുണ്ടോ? ഇല്ല, ഇതിലെൻ്റെ പേഴ്സില്ല. എന്നാ ശരി, കാരനൂർ വിട്ടോ, എനിക്ക് കുറേ പണിയുള്ള. ശരി. ഇതാരാണ് റബ്ബേ? തൻ്റെ അഭിമാനത്തിന് മേൽ പണം ഒന്നുമല്ല എന്ന് എനിക്ക് കാണിച്ച് പഠിപ്പിച്ചു തന്ന ആ നല്ല മനുഷ്യന് വേണ്ടി ഞാൻ എൻ്റെ ഈ പണി ഇവിടെ നിർത്തുന്നു. എനിക്കും ഈ സമൂഹത്തിൽ പുതിയൊരാളായി ജീവിക്കണം. എൻ്റെ കുടുംബത്തിന് വേണ്ടി, പിന്നെ എന്നിലേക്ക് വന്ന ഈ പുതിയ വെളിച്ചത്തിന് വേണ്ടി. എൻ്റെ അഭിമാനത്തിന് ക്ഷതമേറ്റ് ഞാൻ തല താഴ്ത്തി നിന്നപ്പോൾ ആ ഹോട്ടലിൽ അത്രയും പേർ കാഴ്ചക്കാരായി നോക്കി നിന്നു. കള്ളനായിട്ട് പോലും അയാൾ വന്ന് കൈപിടിച്ചെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, സാഹചര്യം അയാളെ കള്ളനാക്കിയതായിരിക്കും. തീർച്ചയായും അയാൾ ഒരു നാൾ ഈ സമൂഹത്തിൽ നല്ലവനായി ജീവിക്കും, അതെനിക്കുറപ്പുണ്ട്.